നീറും കണ്ണുകളോ കൂരമ്പുകളായി നെഞ്ചില്ലേതവരോ തീരാ വേദനയും യാതനയും എല്ലാം പേറി നടന്നവരോ മുന്നിൽ മൂട്ടുപൊട്ടം കണ്ണോടി വിടുമെന്നോതി വിടുന്നവരോ കണ്ണിൽ നീരണിയും നേരണിയാൻ ആരാച്ചാരെ നിന്നവരോ. അതായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഈ പരിപാടിക്ക് സീരിയസ്ലി അടിപൊളി. കൊച്ചി വിട്ടു പോകാറില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല, പിന്നെ ഫ്ലൈറ്റ്. സംഭവം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നില്ല അത്ര, കാരണം നമ്മ ഇതൊക്കെ കിട്ടി ശീലമുള്ള കാരണം ഒരുപാട് എക്സ്പ്രഷൻ കൊടുക്കാറില്ല ഒന്നില്ല ഞാൻ പിന്നെ ഇത് വേണ്ടി കോസ്റ്റ്യൂം ഒക്കെ എടുത്തു വന്നപ്പോ ഇവന്റെ ആര് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാടാ ഇങ്ങനെയാണ് എനിക്കത് മനസ്സിലായില്ല. അപ്പൊ നിനക്ക് വേണ്ടി ഷോ നമ്മ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ കൊറേ കേട്ടപ്പോ എനിക്കും ക്ലിക്ക് ആവല്ല. അപ്പൊ തന്നെ പുള്ളി പറഞ്ഞു, ഓ നിനക്ക് അറിയില്ലായിരുന്നു ഷോ ക്യാൻസൽ ആയ കാര്യം. ശരി എന്നാ ഷോ ക്യാൻസൽ ആയി. ഓക്കെ ഇനി എന്താ, ഇനി നമുക്ക് വേറെ ഇത് നോക്കണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നെക്സ്റ്റിലേക്ക് പോവാന്നുള്ള ഇതിലായിരുന്നു. ഇനിയിപ്പോ നടക്കൂല. ഞങ്ങൾ വേറെ പരിപാടി അടിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നപ്പോ അവിടെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചില്ലായി കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞപ്പോ മെസ്സേജ് വന്നേക്കണ്, എടാ ഷോ ഓണാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ എന്റെ പ്ലാനൊക്കെ പോയിന്ന് പറഞ്ഞത് ഈനായി. നമ്മളും പുതിയൊരു പാട്ടുണ്ട് നാരങ്ങപ്പാൽ എന്ന് പറഞ്ഞ ഋഷി ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ബൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ബൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാന്നുള്ള രീതിയിൽ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാല് നമ്മുടെ തിരുമാലിയുടെ ലെഗസി ഇല്ലേ, ഒരു മൂഡ് ടൈപ്പ് വീഡിയോ കിട്ടുകയാണെങ്കിൽ നല്ല. അതിന്റെ എഴുത്ത് അങ്ങനെ ലൈക്ക് ഒന്നുമില്ലാത്ത സമയത്ത് നമ്മ എഴുതി എഴുത്തോണ്ട് മാത്രം ഇത്രയായി. സോ ഞാൻ ആ രാവിലെ എന്ന് പറഞ്ഞവൻ ആരൊക്കെ ആരുടെ എന്നുള്ള സീനിൽ അപ്പൊ അതിന് പറ്റിയൊരു ലൊക്കേഷൻ ഇതാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാൻ നീ അന്ന് പറഞ്ഞ 2019 സമയത്ത് നീ വിചാരിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ 2024 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ മുമ്പിൽ കാണില്ലേ, ഞാൻ വിചാരിച്ചതൊക്കെ എന്റെ മുമ്പിൽ ഉണ്ട്. അല്ല ആദ്യമൊക്കെ പിന്നെ കൗതുകത്തിൽ തുടങ്ങിയതാ, ഫെജോനെ തിരുമാലിനെ കണ്ടിട്ട് കൊള്ളാന്ന് പറഞ്ഞ ആ ഒരു മൂടി തുടങ്ങിയതാ. പിന്നെ എല്ലാവരും ഇതിന് വരുമാനമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് വിശ്വാസം ഉണ്ടായല്ലോ നമ്മുടെ അത്ര നല്ല എഴുത്തല്ല എന്നുള്ളത് നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എത്ര സമയം എടുത്തതും എനിക്ക് ഇമ്പ്രൂവ് ആവണമായിരുന്നു. അതും ആ എഴുത്തിലും പിന്നെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് വേണമായിരുന്നു. ആദ്യം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു പറയാം, കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ശരി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നു തോന്നി. പിന്നെ ലിസണേഴ്സും കുറവായിരുന്നു. അപ്പൊ ഞാൻ നമുക്ക് നടക്കൂല വെറുതെ ആഗ്രഹങ്ങളാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പയ്യെ നല്ല റെസ്പോൺസ് ഒന്നും തുടങ്ങി. ഇതിപ്പോ ഒച്ചക്ക് മുമ്പ് തന്നെ കുറച്ച് നല്ല ജെന്യുവൻ ആയിട്ട് ലിസണേഴ്സ് ഉണ്ടായിരുന്നു. അയ്യോ അത് കൊച്ചിയിലെ നല്ല ഷോ ആയിരുന്നു നമ്മൾ നടന്നത്. അതില് പുള്ളി വന്നിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല വേടന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വരാണ്ട് എന്നുള്ള. നമ്മൾ ആദ്യം അറിഞ്ഞിട്ടുണ്ട് ഷോ ചെയ്യുന്നതിന് മുമ്പേ. നമ്മൾ ആദ്യം ഒന്ന് ക്ലബ് ചെയ്ത സമയത്ത് ഗബ്രീനെ നമ്മൾ പരിചയപ്പെട്ട്. പക്ഷെ പരിപാടി നടക്കുന്ന സമയത്ത് ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാൾ റിവീൽ വരാനുണ്ട് എന്നുള്ളത്. അതൊരു മാസ സാധനമായിരുന്നു. അതെന്തായാലും ഷോ അന്ന് നല്ല എനർജി പരിപാടിയായിരുന്നു, നല്ല ക്രൗഡായിരുന്നു, നല്ല ഇവന്റ് സെറ്റ് തന്നെ അടിപൊളിയായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇൻസൈൻ ഇല്ല, എടാ നീ പാടി വീണാലും കുഴപ്പമില്ല, മാക്സിമം ചത്ത് പാടിക്കോ, നീ വീണ ഞങ്ങൾ പെട്ടിയെടുത്തോളാം. ഞാൻ പോയ പക്ഷേ ഓക്കെ വൺ ഇൻട്രോ എടുത്തിട്ട് വരികയല്ലേ, അപ്പൊ മാസ് കാണിക്കണ്ടേ. സാധനം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് അന്ന് ലൈവും കത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കത്തലം കൊണ്ട് കത്തി ആ വീഡിയോ സോഷ്യൽ മീഡിയ. അയ്യോ ഗബ്രി ഇൻസ്റ്റാഗ്രാം ഇടയ്ക്കിടയ്ക്ക് അൺഇൻസ്റ്റാൾ ചെയ്തോളാം ഞാൻ. പുലി എവിടെ ചോദിച്ചു പിടിക്കണ്ടോ. കൂടുതൽ പിള്ളേർ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ, അല്ലാണ്ട് യൂട്യൂബ് മറ്റേ ജെന്യുവൻ ഓഡിയൻസ് കുറവാ എനിക്കാണ് തോന്നിയേക്കണേ. ഇപ്പൊ ഇവന്മാർക്ക് ആ 30 സെക്കൻഡിലുള്ള അങ്ങനെ കൊടുത്താലേ അവർക്ക് അവരെ വേണം യൂട്യൂബിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ അതൊരു മാർക്കറ്റായി മാറിയിട്ടുണ്ട് ഇപ്പൊ. സോ നമ്മ അനുസരിച്ച് മാറിയില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ഓഡിയൻസ് നമ്മൾ പറയുന്ന കേൾക്കാൻ റെഡി ആണെന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഏത് രീതിയിലേക്ക് പോകാം. എന്നിട്ട് നമ്മ കറക്റ്റ് സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറിയാവുന്ന നോളജ് അവർക്ക് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ നോളജ് ഉണ്ട്, നമ്മളെ തിരുത്താൻ അവർക്ക് പറ്റും. അതാണ് ചില കാര്യം നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നത് ശരി, പക്ഷെ വേറൊരു പെർസ്പെക്റ്റീവ് കേൾക്കുമ്പോ ശരി അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ. അത് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ ലൈക്ക് അങ്ങനത്തെ തിരിച്ച് പറയണതൊക്കെ. കാരണം ചില കാര്യങ്ങൾ നമ്മളും വിചാരിക്കുക ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇത് ഇവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള സാധനം ഉണ്ടാവില്ലേ. നൈസാണത്.